ഉഷ്ണതരംഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ തുടരുന്നു. മഴ മുന്നറിയിപ്പും കടൽക്ഷോഭ സാധ്യതകളും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പാലക്കാടിനും തൃശൂരിനും പുറമെ ആലപ്പുഴയിലും കോഴിക്കോടും ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യുന്നു. പകൽ സമയത്തെ തൊഴിൽ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്? കൂടുതൽ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലിടങ്ങളിലെ സമയക്രമങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം നാളെ ചേരുന്ന യോഗത്തിലുണ്ടാകും. ലോഡ് ഷെഡിംഗിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? കേരളം വെന്തുരുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിന്റെ ചൂട് ഉഷ്ണതരംഗമൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം പാലക്കാട് തുടങ്ങിയ ഉഷ്ണതരംഗം ഇപ്പോൾ 4 ജില്ലകളെയാണ് ബാധിച്ചിരിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട് 4 ജില്ലകളെയാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് ഈ ഉഷ്ണതരംഗം 4 ജില്ലകൾ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എങ്കിലും മറ്റ് ജില്ലകളിലൊക്കെ തന്നെ വിവിധ അലർട്ടുകളാണ്. യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും വിവിധ എല്ലാ ജില്ലകളിലും, ഒരു ജില്ല കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലുമൊക്കെ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഈ ഉഷ്ണതരംഗത്തോടൊപ്പം തന്നെ അനുബന്ധമായി വേനൽ മഴ, ഇടിമിന്നലോടുകൂടിയ മഴയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് വിവിധ ജില്ലകളിൽ വിവിധ അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രദ്ധേയം ഏറ്റവും കൃത്യമായ മുന്നറിയിപ്പ് പാലിക്കേണ്ടത് ഉഷ്ണതരംഗം ഉള്ള ജില്ലകളിലും ഇനി ഉഷ്ണതരംഗം വരാൻ സാധ്യതയുള്ള ജില്ലകളും ഒക്കെ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് നിലവിലുള്ളത് പാലക്കാടാണ്. പാലക്കാട് വലിയ രീതിയിലുള്ള അലർട്ടുകളും മുന്നറിയിപ്പുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. 41 ഡിഗ്രിയാണ് പാലക്കാട്ടിലുള്ള ഇപ്പോൾ നിലവിൽ ചൂടിൻ്റെ 41 ഡിഗ്രിയാണ് പാലക്കാട് നിലവിലെ ചൂട്. ഈ 41 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് മെയ് 4 വരെയും നീളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നത്. നിലവിൽ പാലക്കാട് വലിയ അലർട്ടിന്റെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ മെയ് 2 വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ അവധി ഒരുപക്ഷെ നീട്ടാനുള്ള സാധ്യതയുമുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ അവിടെ അവധിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമാനമായ സാഹചര്യം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റ് ജില്ലകളിലും വരാൻ തന്നെയാണ് സാധ്യത. കാരണം അതുവരെ തൃശ്ശൂരിൽ ഇപ്പോൾ ഏറ്റവും ഉയർന്നത് പാലക്കാട് മെയ് 4 വരെ 41 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെ, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി വരെ, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി വരെ, തൃശ്ശൂർ, കാസർഗോഡ്, മലപ്പുറം 37, തിരുവനന്തപുരം ഈ രീതിയിലാണ് കാലാവസ്ഥയുടെ ഈ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അങ്ങനെ പ്രവചനാതീതമായ രീതിയിൽ ചൂടിൻ്റെയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വേനൽ മഴയും ഒക്കെ തന്നെ ആ രീതിയിൽ മാറിയും തിരിഞ്ഞുമൊക്കെ വരികയാണ്. ഒപ്പം തന്നെ മഴയുടെ മുന്നറിയിപ്പ് വലിയ രീതിയിലുള്ളത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ സമയത്തൊക്കെ മഴയും ഇടിമിന്നലോടുകൂടിയ മഴയും ഒക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉഷ്ണതരംഗം മറ്റ് ജില്ലകളെ വ്യാപിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കടുത്ത വേനലിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ സംസ്ഥാന തൊഴിൽ വകുപ്പ് പകൽ സമയത്ത് തൊഴിൽ സമയങ്ങളിലൊക്കെ ക്രമീകരണം വരുത്തിയിരുന്നു. അതായത് രാവിലെ തുടങ്ങുന്ന തൊഴിൽ ഒരു 11:30-12 മണിയോടുകൂടി അവസാനിപ്പിക്കണം. പകൽ സമയത്ത് ഈ ഉച്ച സമയത്ത് പുറം തൊഴിൽ, അതായത് റോഡ് പണി, മറ്റ് കൺസ്ട്രക്ഷൻ പണികളൊക്കെ ചെയ്യുന്നവർക്കും ഉൾപ്പെടെയുള്ളവർക്കാണ്. ഈ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് പോലും ആ സമയത്ത് പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ തൊഴിൽ സമയങ്ങൾ ഉച്ചയ്ക്ക് 11 മണി അല്ലെങ്കിൽ 11:30 അവസാനിപ്പിക്കുക. അതിനുശേഷം 3 മണിക്ക് ശേഷം മാത്രമേ പിന്നെയും തൊഴിൽ പുനരാരംഭിക്കാൻ പാടുള്ളൂ നിർദ്ദേശം. ആ ഒരു നിർദ്ദേശം ഈ മെയ് 15 വരെ, കാരണം ഈ ഉഷ്ണതരംഗം കടുത്ത ചൂടും പല ജില്ലകളിലും വലിയ രീതിയിൽ തുടരുന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ പകൽ സമയത്ത് തൊഴിൽ മുന്നറിയിപ്പിൽ വരുത്തിയിരിക്കുന്ന തൊഴിൽ സമയത്തെ ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്ന ആ മാറ്റം അത് മെയ് 15 വരെ നീട്ടാനായി ഇപ്പോൾ സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രാലയം വീണ്ടും ആ ഒരു ഉത്തരവ് നൽകിയിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ ഈ വേനൽ ഉഷ്ണതരംഗവും കഠിന ചൂടുമൊക്കെ വ്യാപിക്കുകയും അത് ശക്തമാവുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വലിയൊരു വൈദ്യുതി പ്രതിസന്ധി തന്നെയാണ്. വൈദ്യുതിയുടെ ഉപഭോഗമൊക്കെ ഓരോ ദിവസവും റെക്കോർഡ് ഉപഭോഗത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി തന്നെയാണ് KEC നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഉഷ്ണതരംഗം വരുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക ബാധ്യതയിലുമൊക്കെ ബോർഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പശ്ചാത്തലമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.
അതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ പവർ കട്ടിങ്ങോ ഒക്കെ വേണമോ അതിനുള്ളൊരു സാധ്യത ഒക്കെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും നിലവിൽ വൈദ്യുതിയുടെ പ്രതിസന്ധി വലിയ ഉയർന്ന തുകയിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാമെന്നൊരു നിർദ്ദേശമൊക്കെ ബോർഡിന് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും തൽക്കാലത്തേക്ക് ലോഡ് ഷെഡിങ് സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും കടുത്ത പ്രതിസന്ധി വൈദ്യുതി വകുപ്പിന് മുന്നിലുണ്ട്. അതോടൊപ്പം KCB നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം, കാരണം ഉയർന്ന തുക കൊടുത്ത് കരാറുകൾ നൽകിയ കമ്പനികളൊക്കെ തന്നെയും ഉയർന്ന തുക ആവശ്യപ്പെട്ട് കരാറിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനായി നാളെ സംസ്ഥാനത്ത് ഉന്നതതല യോഗം വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. ഈ ഉന്നതതല യോഗത്തിൽ ചേരുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെയും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരിക, അതിനുശേഷം അടിയന്തരമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ഒരുപക്ഷെ പവർ കട്ടിംഗ് സ്ഥാപിക്കുക അല്ലെങ്കിൽ പവർ കട്ടിംഗ് ഏർപ്പെടുത്താമെന്നൊരു തീരുമാനവും കൂടിയൊക്കെ വകുപ്പിൻ്റെ മുന്നിലുണ്ട്, സർക്കാരിന് മുന്നിലുണ്ട്. എങ്കിൽ പോലും ആ രീതിയിലേക്ക് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെയാകും സർക്കാർ അതിന് മുൻഗണന നൽകുക. പക്ഷെ നാളെ ചേരുന്ന അടിയന്തര യോഗത്തിൽ വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. പരമാവധി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശത്തിനും ആ തീരുമാനത്തിൽ തന്നെയാകും പ്രാധാന്യം നൽകുക. അമ്പിളി.